പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 178 വചനം, ഖിസാസുമായി ബന്ധപ്പെട്ടുള്ള വചനം, അതിൻ്റെ തഫ്സീറാണ് പഠിച്ചു പോയത്. ഇനി നമ്മൾ പ്രസ്തുത ആയത്തുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന മസ്അലകളാണ് അനുബന്ധമായി ഈ എപ്പിസോഡിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടാൽ അതിൽ തുല്യശിക്ഷ, പ്രതിക്രിയ, അതുമായി ബന്ധപ്പെട്ടാണ്. അനുബന്ധമായി അതിൽ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു മനുഷ്യനെയും വധിക്കപ്പെടാവതല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ മുമ്പ് കേട്ട പോലെ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. വല്ലവരും ഒരാളെ കൊല്ലുകയായാൽ പ്രതിക്രിയ എന്ന നിലക്കോ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുക അതിനാലോ അല്ലാതെ അന്യായമായിട്ടുള്ള ഒരു മനുഷ്യവധം നടന്നാൽ അത് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ, മനുഷ്യരെയും ലോകരെ മുഴുവൻ കൊന്നൊടുക്കിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ദീനിൽ ഇടവും അവസരവും വേണമെങ്കിൽ മനുഷ്യരക്തത്തിൽ നിന്ന് കൈകൾ സുരക്ഷിതമാകണമെന്നറിയിക്കുന്ന ഒരു തിരുമൊഴിയും നമ്മൾ മനസ്സിലാക്കി പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിമ്മിയും മുആഹദും. ഇസ്ലാമിക നാടുകളിൽ ജീവിക്കുന്ന അമുസ്ലിം പൗരന്മാരാണ് ദിമ്മികൾ. അവിടെയുള്ള സ്വദേശികൾ ദിമ്മികൾ, അവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ മുആഹദുകൾ. ദിമ്മികളും മുആഹദും ഒരിക്കലും വധിക്കപ്പെടാവതല്ല. അവരുടെ രക്തത്തിൻ്റെ പവിത്രത ഹുർമത്തു ദമിഹിം അല തഅബീദ് എന്നാണ്, എന്നേക്കും അത് പവിത്രമാണ്. മൻ ഖതല ഖതീലൻ മിൻ അഹ്ലി ദിമ്മ, അഹ്ലു ദിമ്മയിൽപ്പെട്ട ഒരാളെ വല്ലവരും വധിച്ചാൽ ലം യറഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം അവൻ അനുഭവിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുആഹിദിൻ്റെ ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. വഇന്ന റീഹഹു ലയൂജദു മിൻ മസീറത്തി 40 ആമൻ, 40 വർഷത്തെ വിദൂരത്തേക്ക് സ്വർഗീയ പരിമളം സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശും. ആ പരിമളം പോലും അനുഭവിക്കാൻ അവസരമുണ്ടാവുകയില്ല ഒരു ദിമ്മിയെ അല്ലെങ്കിൽ ഒരു മുആഹദിനെ വധിച്ചാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഫുഖഹാക്കൾ ഈ ഒരു മസ്അല പറയുമ്പോൾ, ഒരു മുസ്ലിം ഒരു ദിമ്മിയെ വധിച്ചാൽ ആ ദിമ്മിക്ക് പകരം മുസ്ലിം പ്രതിക്രിയക്ക്, തുല്യശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമോ എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഈ ആയത്തിൽ ആ ഒരു മസ്അല നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദിമ്മി എന്ന് പ്രയോഗിക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ലാമിക രാഷ്ട്രമുണ്ടാവുകയും അവിടുത്തെ ശിക്ഷാ കോടതിയും നിയമപീഠവും സജീവമാവുകയും ചെയ്യുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ അനുവാദമുള്ളൂ, അവകാശമുള്ളൂ. ഇസ്ലാമികേതര ഭരണകൂടങ്ങൾ ആണിയെങ്കിൽ അവിടങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം ശിക്ഷകൾ നടപ്പിലാക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അവരുടെ മേൽ അത് ബാധ്യതയില്ല. കാരണം ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ ഭരണാധികാരി ഉണ്ടാകണം. ആ ഭരണാധികാരിയുടെ കീഴിൽ ശിക്ഷാ കോടതിയും വേണം. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന രീതി ഈ വിഷയത്തിൽ ഇസ്ലാം സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയം ഇസ്ലാമിക നാടുകളിൽ ഇസ്ലാമിക ഭരണം നിലവിലുള്ളിടത്താണ് നടപ്പിലാക്കപ്പെടുക. ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള അമുസ്ലിം പൗരന്മാർ അവർ ദിമ്മികൾ എന്ന പേരിലാണ് അറിയപ്പെടുക. അവിടെ വന്നുകൂടിയവരാണ് എങ്കിൽ മുആഹദ് എന്ന പേരിലാണ് അറിയപ്പെടുക. മുആഹദും ദിമ്മിയുമൊക്കെ പര്യായ പദം എന്ന പോലെയാണുള്ളത്. ദിമ്മി അവിശ്വാസിയാണ്, പക്ഷേ അവൻ ഹർബിയെ പോലെയല്ല. ഹർബി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട്, ഇസ്ലാമിക നാടുകളോട് യുദ്ധം പ്രഖ്യാപിച്ച് കഴിയുന്ന അവിശ്വാസിയാണ്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമുള്ളയിടത്ത് ശിക്ഷാ കോടതി വിധി പറയുന്നിടത്തുള്ള അമുസ്ലിം പൗരന്മാർ കൊല്ലപ്പെടുമ്പോൾ കൊന്നവൻ മുസ്ലിമാണ് എങ്കിൽ അവനിൽ പ്രതിക്രിയ, ഖിസാസ്, തുല്യശിക്ഷ അത് നടപ്പിലാക്കപ്പെടുമോ? ഈ ഒരു വിഷയമാണ് ഇസ്ലാമിൻ്റെ വിമർശകരും വിശുദ്ധ ഖുർആൻ്റെ നിരൂപകരും ഒക്കെ സജീവമാക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് ആ ഒരു മസല പ്രത്യേകിച്ച് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മൾ പഠിച്ച ഈ ആയത്തിൻ്റെ തുടക്കഭാഗം അതാണ് ഈ വിഷയത്തിൽ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും. അഥവാ ഒരു ദിമ്മി മുസ്ലിമിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടാൽ
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ മുസ്ലിം ഖിസാസിന് തുല്യ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമോ? അതല്ല, തുല്യ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയില്ലേ? ഒരു വിഭാഗം തുല്യ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടില്ല, ദിമ്മിക്ക് പകരം മുസ്ലിം വധിക്കപ്പെടുകയില്ല. വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്നതിന് പകരം ദിയ ധനം, നഷ്ടപരിഹാരം അത് വിധിക്കപ്പെടുകയും അത് നൽകപ്പെടുകയുമാണ് ചെയ്യുക. ദിമ്മിക്ക്, അയാളുടെ ബന്ധുക്കൾക്ക് മുസ്ലിമിൽ നിന്ന് നഷ്ടപരിഹാര തുക അത് ഈടാക്കപ്പെടുകയാണ് ചെയ്യുക. ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം വധിക്കപ്പെട്ടാൽ എത്രയാണോ നഷ്ടപരിഹാര തുക അത്ര തുക ദിമ്മി വധിക്കപ്പെട്ടപ്പോൾ ഈടാക്കിയിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം, ചരിത്രത്തിൽ കാണാം. ദിമ്മിക്ക് പകരം മുസ്ലിം വധിക്കപ്പെടുകയില്ല എന്നുള്ളതിന് ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് നമ്മുടെ ഈ ആയത്തിൻ്റെ ഈ ഭാഗമാണ്. കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസ് തുല്യശിക്ഷ അത് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞത് അൽ ഖിസാസ് ഫിൽ ഖത്ല എന്നുള്ളത് അറിയിക്കുന്നത് മുസാവാത്തിനെയാണ്, തുല്യതയെയും സമത്വത്തെയുമാണ്. അതാണ് തുടർന്ന് അൽ ഹുറു ബിൽ ഹുറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ, ആ ഭാഗം അറിയിക്കുന്നത്. സ്വതന്ത്രന് തുല്യമാകൽ സ്വതന്ത്രനാണ്, അടിമക്ക് അടിമ തുല്യമാകും, സ്ത്രീക്ക് സ്ത്രീ തുല്യമാകും. അതുകൊണ്ട് തന്നെ ഘാതകൻ്റെയും കൊല്ലപ്പെട്ടവൻ്റെയും ഇടയിൽ തുല്യത ഉണ്ടാകണം. മുസ്ലിമും ദിമ്മിയും ആദർശത്തിൽ തുല്യരല്ല, അതുകൊണ്ട് ദിമ്മിക്ക് പകരം മുസ്ലിം വധിക്കപ്പെടുകയില്ല. ഇതാണ് ഈ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അതിൽ ഷാഫി മദ്ഹബിലുള്ള പണ്ഡിതരുണ്ട്, ഹംബലി ഫുഖഹാക്കളുണ്ട്, മലിക്കി മദ്ഹബിലെ ഫുഖഹാക്കളുമുണ്ട്. മലിക്കി മദ്ഹബിലെ ഫുഖഹാക്കളിൽ അവർ ഒരു മസ്അല പ്രത്യേകം പറഞ്ഞു. ഗീലത്തായിട്ടാണ് ഒരു മുസ്ലിം ഒരു ദിമ്മിയെ വധിച്ചതെങ്കിൽ, ഗീലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപായപ്പെടുത്തി കവർച്ചയ്ക്ക് വേണ്ടി ചതി നടത്തിയിട്ടാണ് ഒരു മുസ്ലിം ദിമ്മിയെ വധിച്ചത് എങ്കിൽ അതിൽ ഖിസാസ് ഉണ്ടാകും, പ്രതിക്രിയയും തുല്യശിക്ഷയും ഉണ്ടാകും എന്ന് കൊലയെ വിശദീകരിച്ചുകൊണ്ട് മാലിക്കികൾ പ്രത്യേകം ഒരു നിലപാട് പറയുകയുണ്ടായി. ഈ അഭിപ്രായം പറഞ്ഞവർക്ക് ഈ ആയത്താണ് അവരുടെ മുഖ്യമായ പ്രധാനമായ ഒരു തെളിവ്. എന്നാൽ ഇതേ ആയത്ത് ഉദ്ധരിച്ചാണ് ഒരു ദിമ്മിക്ക് പകരം മുസ്ലിം വധിക്കപ്പെടണം എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായത്തെ ബലപ്പെടുത്തിയത്. ഹനഫി ഫുഖഹാക്കൾ ഈ അഭിപ്രായക്കാരാണ്. ഒരു ദിമ്മിയെ ഒരു മുസ്ലിം വധിച്ചാൽ ആ ദിമ്മിക്ക് പകരം മുസ്ലിം തുല്യ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടണം. അവർ ഈ ആയത്തിൽ അതിൻ്റെ തെളിവ് പറഞ്ഞത് കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വധിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസ് നിയമമാക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വധിക്കപ്പെട്ടവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ വധിക്കപ്പെട്ടവർ സ്വതന്ത്രനാകാം, അടിമയാകാം, ദിമ്മിയാകാം, സ്ത്രീയാകാം. വധിക്കപ്പെട്ടത് ആരാണോ അവരെ വധിച്ചവർ അവർ ഖിസാസ് അർഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖത്ല എന്ന് പറഞ്ഞത് വധിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ, വധിക്കപ്പെട്ടവൻ ആരായാലും ആരാണോ വധിച്ചത് അവനിൽ ഖിസാസ് നടപ്പിലാക്കപ്പെടണം എന്ന് പറഞ്ഞു. ഹനഫികൾ തുടർന്നുള്ള ഭാഗം അൽ ഹുറു ബിൽ ഹുറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വതന്ത്രന് സ്വതന്ത്രൻ തുല്യമാകുന്നു, അടിമക്ക് അടിമ തുല്യമാകുന്നു, സ്ത്രീക്ക് സ്ത്രീ തുല്യമാകുന്നു എന്ന വിഷയമുണർത്താനല്ല. പിന്നെയോ ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന ഒരു അന്യായം, അക്രമം, സാമൂഹ്യമായ ദുരാചാരം, അതിനെ ചികിത്സിക്കാനാണ് ഈ ആയത്ത് അവതീർണമായത്. നമ്മളതിൻ്റെ ചരിത്രം പറഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ യഹൂദർ വരെ നദീരികളും ഖുറദികളും തമ്മിൽ നിലനിന്നിരുന്ന അന്യായം, അതും കൊലക്കുറ്റം ചെയ്താൽ അറബികൾ ഒരു സ്വതന്ത്രന് പകരം കുറേ ആളുകളെ കൊല്ലുമായിരുന്നു. ഒരടിമ കൊല്ലപ്പെട്ടാൽ കൊന്നതൊരടിമയാണ് എങ്കിൽ തിരിച്ച് അയാളെ കൊല്ലാനല്ല, പിന്നെയോ ആ അടിമയുടെ യജമാനരെ കൊല്ലാൻ. സ്ത്രീയാണ് കൊലയാളിയെങ്കിൽ കുടുംബത്തിലെ പുരുഷന്മാരെ കൊല്ലാൻ. ഇങ്ങനെയായിരുന്നു അവരുടെ വെമ്പൽ. അതിനെ ചികിത്സിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമെന്നോണം ഇത് ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പൊതുവിലാണ് ഖിസാസിനെ കുറിച്ച് പറഞ്ഞത്. ഇതാണ് ഇവരുടെ ഹനഫി ഫുഖഹാക്കളുടെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഹനഫികൾ വേറെയും തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ദിമ്മി മുസ്ലിമിനാൽ കൊല്ലപ്പെട്ടാൽ ആ മുസ്ലിമിന് ദിമ്മിയുടെ ബന്ധുക്കൾ മാപ്പ് നൽകിയില്ല എങ്കിൽ, നഷ്ടപരിഹാര തുകയിൽ അവർ തൃപ്തരായില്ല എങ്കിൽ ആ മുസ്ലിം വധിക്കപ്പെടുമെന്നതിൽ മറ്റൊരായത്ത് അവർ ഉദ്ധരിച്ചത് സൂറത്തുൽ മാഇദയിലെ 45-ാം വചനമാണ്.
ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വകതബ്ന അലൈഹിം ഫീഹ അന്നൻ നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ് ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹ്. അവിടെ അന്നൻ നഫ്സ ബിൻ നഫ്സി, ജീവന് പകരം ജീവൻ. ഒരാൾ കൊല്ലപ്പെട്ടാൽ അതിന് പകരം കൊലയാളി ഖിസാസിന് വിധേയമാവുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് കതബ്ന അലൈഹിം ഫീഹ എന്നാണ്. തൗറാത്തിൽ ഇസ്രായേലിയർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ്. കതബ്ന, ഇവിടെ കുത്തിബ അലൈക്കും എന്ന് പറയല്ലേ, അവിടെ കതബ്ന അള്ളാഹു നിയമമാക്കിയതും നിർബന്ധമാക്കിയതുമാണ് വിഷയം. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് സൂറത്തുൽ മാഇദയിൽ ഒരു പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായപ്പോൾ മദീനയുടെ പശ്ചാത്തലത്തിൽ അവിടെയാണ്. ഒരു വ്യക്തിയുടെ പല്ലുകൾ ഇടിച്ചു കൊഴിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച, ഒരു സംസാരം, ഒരു കേസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ അവിടെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വേദക്കാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ആയത്തല്ല, അത് വിശ്വാസികളുടെ വിഷയത്തിൽ അള്ളാഹു ഉണർത്തിയതും അവതരിപ്പിച്ചതുമാണ്, ഖിസാസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഹനഫി ഫുഖാക്കൾ പറഞ്ഞത് ജീവന് പകരം ജീവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവിടെ സ്വതന്ത്രൻ, അടിമ, സ്ത്രീ, ദിമ്മി ഇങ്ങനെ വേർതിരിവ് പറഞ്ഞിട്ടില്ല. ജീവന് പകരം ജീവൻ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരാമർശത്തിൽ ഉദ്ദേശിക്കുന്നു എന്ന നിലക്ക് അവർ ഈ ആയത്ത് കൊണ്ടും തെളിവ് പിടിച്ചു. മറ്റൊരായത്ത് ഈ വിഷയത്തിൽ സൂറത്തുൽ ഇസ്രായിലെ 33-ാം ആയത്താണ്. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന എന്ന ആയത്ത്. വമൻ ഖുതില മദ്ലൂമൻ, വല്ലവരും മർദ്ദിതനായി കൊല്ലപ്പെട്ടാൽ, ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, അവൻ്റെ രക്ഷാധികാരിക്ക്, ഉത്തരവാദിക്ക്, ഘാതകനെ എന്ത് ചെയ്യണമെന്നതിനുള്ള അധികാരം നാം നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം മർദ്ദിതനായി ആര് കൊല്ലപ്പെട്ടാലും, അത് സ്ത്രീയാകട്ടെ, സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, ദിമ്മിയാകട്ടെ, ആരായാലും ഘാതകനെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുവിന്, ഉത്തരവാദിക്ക് നാം നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തും ഹനഫികൾ തങ്ങളുടെ വാദത്തിന് തെളിവായി സ്വീകരിച്ചിട്ടുണ്ട്. ഹനഫി മദ്ഹബിലെ ഫുഖഹാക്കൾ ഇത് പ്രകാരമാണ് അന്ന് മുതൽ ഇന്നോളം ഇസ്ലാമിക ശിക്ഷാ കോടതിയിൽ വിധി പ്രസ്താവം നടത്തിയിരുന്നത്. അന്ന് ഖലീഫ ഹാറൂൻ അർ റഷീദ് ഭരണം നടത്തിയിരുന്ന കാലത്ത് ഖാദി അബൂ യൂസുഫ് യാഖൂബ് എന്നവരായിരുന്നു ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരുന്നത്. ഇമാം അബൂ ഹനീഫയുടെ പ്രബല ശിഷ്യനാണ്, നേരിട്ടുള്ള ശിഷ്യനാണ് അബൂ യൂസുഫ് യാഖൂബ് എന്നവർ. അന്നൊരു കേസുണ്ടായി, ഒരു ദിമ്മിയെ ഒരു മുസ്ലിം വധിച്ചു. ഖാദി അബൂ യൂസുഫിൻ്റെ അടുക്കലേക്ക് കേസ് ഉയർത്തപ്പെട്ടു. അപ്പോൾ മദ്ഹബ് പ്രകാരം അബൂ യൂസുഫ് ആ മുസ്ലിമിനെ വധിക്കുവാനുള്ള ഖിസാസ് പ്രകാരം ദിമ്മിയുടെ ബന്ധുക്കൾക്ക് ഖിസാസാണ് ആവശ്യം. അപ്പോൾ ഖിസാസ് പ്രകാരം വധിക്കാൻ വിധി പ്രഖ്യാപിച്ചു. അങ്ങനെ ചരിത്രത്തിൽ കാണാം. ആ വിധി പ്രസ്താവം കഴിഞ്ഞ് പിന്നീട് അബൂ യൂസുഫ് ഒരിടത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് ഒരു കടലാസ് തുണ്ട് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു എന്നാണ്. ആ കടലാസ് തുണ്ട് എടുത്ത് അബൂ യൂസുഫ് നോക്കുമ്പോൾ അതിലൊരു 4 വരി കവിതയാണ്. യാ ഖാതിലൽ മുസ്ലിമി ബിൽ കാഫിരി ജുർത വമൽ ആദിലു കൽ ജാഇരി യാ മൻ ബി ബഗ്ദാദ വ അത്റാഫിഹ മിൻ ഉലമാ ഇന്നാസി ഔ ശാഇരി ഇസ്തർജിഉ വബ്കു അലാ ദീനികും വസ്തബിറു ഫൽ അജ്റു ലിസ്സാബിരി ജാരിൻ അല ദീനി അബൂ യൂസുഫ ബിഖത്ലിഹിൽ മുഅ്മിനി ബിൽ കാഫിരി. ഇതായിരുന്നു ആ കടലാസിലുണ്ടായിരുന്ന 4 വരി കവിത. അതിലെന്താ? ഒരു കാഫിറിന് പകരം മുസ്ലിമിനെ കൊന്നവനെ ജുർത്ത വമൽ ആദിലു കൽ ജാഇരി, താങ്കൾ വലിയ അന്യായമാണ് ചെയ്തത്, നീതിമാൻ ഒരിക്കലും അനീതിക്കാരനെ പോലെ ആകില്ല. എന്നിട്ട് യാമൻ ബി ബഗ്ദാദ വ അത്റാഫിഹ, ബഗ്ദാദിലാണ് നടക്കുന്നത്, ബഗ്ദാദിലും ബഗ്ദാദിൻ്റെ ഓരങ്ങളിലുമുള്ളവരെ മിൻ ഉലമാ ഇന്നാസി ഔ ശാഇരി, പണ്ഡിതന്മാരായും കവികളായും ഒക്കെയുള്ള ആളുകളെ ഇസ്തർജിഉ വബ്കു അലാ ദീനികും, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജാ നടത്തിക്കോളിയും, ദീനിൻ്റെ പേരിൽ കരഞ്ഞോളിയും. വസ്തബിറു ഫൽ അജ്റു ലിസ്സാബിരി, ക്ഷമിച്ചോളിയും, ക്ഷമാലുക്കൾക്ക് നല്ല കൂലിയാണുള്ളത്. ജാരിൻ അലദ്ദീനി, അല്ലെങ്കിൽ ജാറ അലദ്ദീനി അബൂ യൂസുഫ, അബൂ യൂസുഫ് എന്നവർ ദീനിനോട് അന്യായം ചെയ്തിരിക്കുന്നു. ബിഖത്ലിഹിൽ മുഅ്മിനി ബിൽ കാഫിരി, ഒരു കാഫിറിന് പകരം മുഅ്മിനെ വധിച്ചതിനാൽ എന്നാണ് അതിലുണ്ടായിരുന്നത് എന്നാണ്. ഏതായാലും ആ കവിതകൾ വായിച്ചപ്പോൾ അബൂ യൂസുഫ്
അദ്ദേഹം നെട്ടിത്തരിച്ചു പോയി എന്നാണ്. അദ്ദേഹം അതുമായി ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ഹാറൂൺ റഷീദ് ആ വിഷയം ഒന്നുകൂടി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിമിനാൽ കൊല്ലപ്പെട്ട വ്യക്തി ഒരു ദിമ്മിയായിരുന്നില്ല, പിന്നെയോ ഒരു ശത്രുവായ ഹർബിയായ കാഫിറായിരുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹം ഉറപ്പുവരുത്തി. എന്നിട്ട് പിന്നീട് ഖിസാസ് ഒഴിവാക്കുകയും ദിയ നൽകാൻ, നഷ്ടപരിഹാര തുക നൽകാൻ പറയുകയും ചെയ്തു, വിധിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം. ഞാൻ അത് കൊണ്ടുവന്നത് ഹനഫി ഫുഖഹാക്കൾ അന്ന് മുതൽ ഈ വിധി പ്രകാരമാണ് വിധിച്ചിരുന്നത്. ദിമ്മിക്ക് പകരം മുസ്ലിം ഖിസാസിന് വിധേയമാക്കപ്പെടും എന്നുള്ള ആ വിധി. ഞാൻ ഈ അഭിപ്രായ വ്യത്യാസത്തെ ഇവിടെ ഉദ്ധരിച്ചത്, മുസ്ലിമാണ് കൊലയാളിയെങ്കിൽ, അമുസ്ലിം പൗരൻ കൊല്ലപ്പെട്ടതെങ്കിൽ മുസ്ലിമിൽ പ്രതിക്രിയയുണ്ടാകുമോ എന്നുള്ള ഈ നിരൂപകരുടെ ചോദ്യത്തിന് ഇസ്ലാമിൽ ഈ ഒരു വിഷയം ഒരു ഗവേഷണാത്മക വിഷയമാണ്. സൂറത്തുൽ ബഖറയിലെ 178 ആയത്തിൻ്റെ ഈ ഭാഗം മനസ്സിലാക്കുന്നതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിലുള്ള ഗവേഷണ മസ്അലയാണിത്, വിഷയമാണിത്. വലിയൊരു അളവ് മുസ്ലിം ലോകം, ഹനഫികൾ അവർ സ്വീകരിച്ച ഈ നിലപാട് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. വിമർശകർ ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. അത് ലാ യുഖ്തലു മുസ്ലിമും ബികാഫിരിൻ എന്നുള്ള ഹദീസാണ്. ഇമാം ബുഖാരിയും മറ്റും ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റുമൊക്കെ ഇതിൻ്റെ നിവേദനം വന്നിട്ടുണ്ട്. നേരിട്ട് ഇത് അറിയിക്കുന്നത് ഒരു മുസ്ലിം കാഫിറിനാൽ വധിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ദിമ്മിക്ക് പകരം മുസ്ലിം വധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഫുഖഹാക്കൾ, ഹനഫികൾ ഒഴിച്ചുള്ള മറ്റു ഫുഖഹാക്കൾ, അൽ ഖിസാസ് ഫിൽ ഖത്ല എന്നുള്ള ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചതുപോലെ ഈ ഹദീസും അവരുടെ മുഖ്യ തെളിവാണ്. ഒരു മുസ്ലിമും കാഫിറിന് പകരം കൊല്ലപ്പെടാവതല്ല എന്നുള്ള ഈ ഹദീസ്. ചില നിവേദനങ്ങളിൽ ലാ യുഖ്തലു മുഅ്മിനും ബികാഫിരിൻ എന്നുള്ളതാണ്. ഹദീസ് ഇത് സഹീഹാണ്, സഹീഹുൽ ബുഖാരിയിൽ വരെ വന്നതുമാണ്. പക്ഷേ ഹനഫി ഫുഖഹാക്കൾ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പ്രതികരണം പ്രമുഖ ഖുർആൻ പണ്ഡിതൻ അബൂബക്കർ അറാസി അൽ ജസ്സാസ് അഹ്മദ് ബിൻ അലി, അദ്ദേഹം ഹനഫി പണ്ഡിതനാണ്. ഹിജ്റയുടെ 370 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ വളരെ പൗരാണികനായ പണ്ഡിതനാണ് അബൂബക്കർ ഉൽ ജസ്സാസ് അറാസി അൽ ഹനഫി എന്നവർ. അദ്ദേഹത്തിന് അഹ്കാമുൽ ഖുർആൻ എന്ന പേരിലൊരു മഹൽ രചനയുണ്ട്. ആ രചനയിൽ അദ്ദേഹം ഈ ഹദീസിൻ്റെ വിഷയം വിശദീകരിച്ചു. പിന്നെ ദിമ്മിക്ക് പകരം മുസ്ലിം വധിക്കപ്പെടുകയില്ല എന്നതിന് ചില അസറുകളും അദ്ദേഹം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഈ ഹദീസ് ഈ വിഷയത്തിൽ ഹനഫികൾ ഒഴിച്ചുള്ളവരുടെ തെളിവാണല്ലോ. അതുകൊണ്ട് തന്നെ അബൂബക്കർ ഉൽ ജസ്സാസ് ഇതിന് പ്രതികരിച്ച് പറഞ്ഞത് ലാ യുഖ്തലു മുസ്ലിമും ബികാഫിരിൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാരണത്താൽ പറഞ്ഞതാണ്. ആ കാരണത്തിൽ പരിമിതമാണ് ഈ ഹദീസ്. മാത്രമല്ല ഇവിടെ ദിമ്മിയെക്കുറിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, പിന്നെയോ കാഫിരിൻ എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശം അൽ കാഫിറുൽ ഹർബി, ഹർബിയായ കാഫിറാണ്. ഇസ്ലാമിനോട്, മുസ്ലിമീങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് മുസ്ലിമീങ്ങൾക്ക് അങ്ങോട്ട് യുദ്ധം നിയമമാക്കപ്പെട്ട കാഫിറിൻ്റെ വിഷയത്തിലാണ് ഇവിടെ ഈ ഹദീസ്. ഇതൊരിക്കലും കാഫിർ ദിമ്മിയുടെ വിഷയത്തിലല്ല. അത് അവർ പറഞ്ഞ ഒരു മറുപടിയാണ്. ആദ്യം പറഞ്ഞത് ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് ആ സംഭവവുമായി മാത്രം പരിമിതപ്പെട്ട വിഷയമാണ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് ആ സംഭവം? അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൻ്റെ സംഭവങ്ങളെ ഉദ്ധരിക്കുമ്പോൾ, മക്ക ഫതഹായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആളുകളോടും മക്കയിൽ അവരുടെ ആയുധങ്ങൾ താഴെ വെക്കാൻ പറഞ്ഞു. കുഫു അസിലാഹ് എല്ലാവരോടും. പക്ഷേ ഖുസാ ഗോത്രം, ബനു ബക്കർ ഗോത്രക്കാരോട് ഒരു രക്തത്തിൻ്റെ വിഷയത്തിൽ പ്രതികാരം അന്വേഷിക്കുന്നവരായിരുന്നു. അവർക്ക് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പകൽ അസർ വരെ ആ പ്രതിക്രിയക്കുള്ള അവസരം നിശ്ചയിച്ചു. അസർ വരെ നിങ്ങളുടെ ഘാതകനെ കിട്ടിയാൽ വധിക്കാനുള്ള അവസരം. അസറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുസാക്കാരോടും പറഞ്ഞു കുഫു സിലാഹ്, ആയുധം വെക്കാൻ പറഞ്ഞു. ഇനി ഇത് മക്കയാണ്, ഹറമാണ്, ആയുധം ഏന്താൻ പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിറ്റേ ദിവസം മുസ്ദലിഫയിൽ വെച്ച് ഒരു ഖുസാക്കാരൻ ബനു ബക്കറിലെ ഒരു വ്യക്തിയെ കണ്ടു. അങ്ങനെ ഈ ഖുസാക്കാരൻ
ബനു ബക്കർ ഗോത്രക്കാരനെ മുസ്ദലിഫയിൽ വെച്ച് കൊന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിന് ശേഷം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിലെത്തി. വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തു. കഅബയുടെ സ്റ്റെപ്പിൽ കയറി നിന്ന്, മക്ക ഫതഹിൻ്റെ വേദിയാണല്ലോ, പടിവാതിൽ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തിപ്പുകഴ്ത്തി വിശദമായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഭാഗങ്ങൾ ഒരു നീണ്ട ഹദീസാണ്. അല ഇന്ന കുല്ല മൗസറത്തിൻ കാനത്ത് ഫിൽ ജാഹിലിയത്തി തുദ്കർ വ തുദ്അ മിൻ ദമിൻ ഔ മാലിൻ തഹ്ത ഖദമയ്യ. ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന രക്തപകകൾ, സ്വത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളൊക്കെയും എൻ്റെ കാൽ ചുവട്ടിൽ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇനി വിഷയമാക്കപ്പെടാവതല്ല, അതിൽ ഇനി പ്രതിക്രിയയും പ്രതികാരവും ഒന്നും പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു. എന്നിട്ട് പ്രസംഗം തുടർത്തവേ പറഞ്ഞ ഒരു വിഷയമാണ് അല ലാ യുഖ്തലു മുഅ്മിനും ബികാഫിരിൻ ലാ യുഖ്തലു മുസ്ലിമും ബികാഫിരിൻ വലാ ദു അഹദിൻ ഫി അഹദിഹി എന്നൊക്കെ. കാഫിറിന് പകരം ഒരു മുഅ്മിനും വധിക്കപ്പെടാവതല്ല, കാഫിറിന് പകരം ഒരു മുസ്ലിമും വധിക്കപ്പെടാവതല്ല. അതേപോലെ ഒരു കരാറിൽ വ്യവസ്ഥയിൽ ജീവിക്കുന്നവർ അവരാ വ്യവസ്ഥയിലുള്ളിടത്തോളം കാലം അവർ വധിക്കപ്പെടാവതല്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തെ പുരസ്കരിച്ച് പറഞ്ഞതാണ്. അത് ജാഹിലിയത്തിൽ ഒരു വ്യക്തി, അന്ന് ഇസ്ലാമില്ല, കാഫിർ ആയ അവസ്ഥയിൽ കൊല്ലപ്പെട്ടതാണ്. അതിന് പകരം ഇന്ന് ഒരു മുസൽമാനെ കൊല്ലുക എന്നുള്ള വിഷയം അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അറിയിച്ചതാണ് എന്നാണ് ഹനഫികൾ ഈ വിഷയത്തിൽ പറയുന്നത്. ഇതിൽ തന്നെ അതിന് തുടർച്ചയിൽ അലാമൻ ഖതല മുആഹദൻ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണമുള്ള, അഥവാ ഇസ്ലാമിൻ്റെ തണലിൽ ജീവിക്കുന്ന മുആഹദായ ദിമ്മിയായ ഒരു വ്യക്തി അയാൾ കൊല്ലപ്പെട്ടാൽ, അയാൾ ആരെങ്കിലും കൊന്നാൽ ലാ യറഹ് റീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ ലാ യരിഹ് റീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം അയാൾക്ക് അനുഭവിക്കാനാകുകയില്ല. ഫഖദ് ഖഫറ ദിമ്മത്തല്ലാ, അള്ളാഹുവിനോടുള്ള കരാറിൽ അവൻ ചതി നടത്തി എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ അതിൻ്റെ തുടർച്ചയിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് അബൂബക്കർ ജസ്സാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി ഫുഖഹാക്കളിൽ വിശ്രുതനായ മഹാൻ, അദ്ദേഹം ഹനഫിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ദിമ്മി കൊല്ലപ്പെട്ടാൽ മുസ്ലിമിൻ്റെ കയ്യാൽ അപ്പോൾ ഖിസാസ് മുസൽമാനോടുണ്ട് എന്ന അഭിപ്രായമുള്ള പണ്ഡിതനാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള അദ്ദേഹം അത് ന്യായങ്ങളൊക്കെ പലതും അഹ്കാമുൽ ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ നിലപാട് അതാണ് ഞാനിവിടെ നിങ്ങളെ ഉണർത്തിയത്. ഏതായാലും ഈ ഒരു മസ്അല ഏറെ വിശ്രുതമാണ്, പ്രത്യേകിച്ച് നിരൂപകരും വിമർശകരും എടുത്ത് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിൽ ഇത് ഇസ്ലാമിലൊരു ഗവേഷണാത്മകമായൊരു മസ്അലയാണ്. എല്ലാ ഫുഖഹാക്കളും ഉലമാക്കളും ദിമ്മിക്ക് പകരം ഒരു മുസ്ലിമിൽ ഖിസാസ് ഇല്ല എന്ന അഭിപ്രായക്കാരല്ല. ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, 3 ആയത്തുകൾ ഉദ്ധരിച്ച് അവരുടെ വാദം വളരെ ശക്തിമത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊരു സംഭവം പ്രത്യേകം ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അഹ്കാമുൽ ഖുർആനിൽ ഫദ്ലുല്ല അസ്സൗസനി എന്ന ഹനഫി പണ്ഡിതനും, അദ്ദേഹം ഹിജ്റയുടെ 470 മരണപ്പെട്ട മഹാനാണ് ഫദ്ലുല്ല അസ്സൗസനി. നമ്മുടെ ഈ ആയത്ത് കൊണ്ട് ഹനഫി മദ്ഹബിൻ്റെ വീക്ഷണത്തെ നന്നായി സ്ഥാപിച്ച ഒരു മഹാനായിരുന്നു ഫദ്ലുല്ല അസ്സൗസനി അൽ ഹനഫി. അദ്ദേഹം ഹനഫി മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. ഇമാം ഇബ്നുൽ അറബി അൽ മാലിക്കി, അബൂബക്കർ ഇബ്നുൽ അറബി, അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഈ അസ്സൗസനിയും ഷഫീ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ അതാ ഉൽ മഖ്ദിസിയും നടത്തിയൊരു സംവാദം കൊടുക്കുന്നുണ്ട്. ഹിജ്റയുടെ 487 ഇത് മസ്ജിദുൽ അഖ്സയിലാണ് നടന്നത് ഈ സംവാദം. അപ്പോൾ അതാഉൽ മഖ്ദിസി, അദ്ദേഹം ഷാഫിഈയാണ്. അദ്ദേഹം ദിമ്മി മുസ്ലിമിനാൽ കൊല്ലപ്പെട്ടാൽ മുസ്ലിം പ്രതിക്രിയക്ക് വിധേയനാക്കപ്പെടുകയില്ല, നഷ്ടപരിഹാര തുക ഈടാക്കപ്പെടുക മാത്രമാണ് ചെയ്യുക എന്നുള്ള വീക്ഷണക്കാരനാണ്. എന്നാൽ അസ്സൗസനി ഖിസാസ് നടപ്പിലാക്കപ്പെടണം എന്നുള്ള ഹനഫി മദ്ഹബിലെ വീക്ഷണക്കാരനുമാണ്. അതാഉൽ ഖുറാസാനി കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന ആയത്തോതി സൗസനി ഉൾപ്പെടെയുള്ള ഹനഫി ഉലമാക്കൾക്ക് ഈ ആയത്തിൽ തെളിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുജാസാത്തിൽ പ്രതിക്രിയ നൽകുന്നതിൽ മുസാവാത്തിനെ
തുല്യതയെ ഷർത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആദർശത്തിൽ സമത്വം മുസ്ലിമിനും കാഫിറിനും ഇടയിലില്ല. കുഫർ എന്ന കുറ്റം കാഫിറിൻ്റെ ദിമ്മിയുടെ സ്ഥാനം ഇടിച്ചിരിക്കുന്നു, കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് ദിമ്മിക്ക് പകരം ഒരിക്കലും മുസ്ലിം ഖിസാസിന് വിധേയമാക്കപ്പെടുകയില്ല. ഇതാണ് അത അൽ ഖുറാസാനി റഹിമഹുല്ല പറഞ്ഞത്. പിന്നെയും അദ്ദേഹം ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ, വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഫദലുല്ല അസ്സൗസനി അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഭംഗിയായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, കാഫിറിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയിൽ ഖിസാസ് നടപ്പിലാക്കുന്നതിൽ മുസാവാത്തില്ല എന്നുള്ളത് ഈ ആയത്ത് ഓതിയിട്ട് അത് ശരിയല്ല. ഖിസാസിൻ്റെ വിഷയത്തിലാണ് മുസാവാത്ത് ഈ ആയത്തിൽ, അല്ലാതെ കാഫിറും മുസ്ലിമും തമ്മിലുള്ള വിഷയത്തിലല്ല. ഒരു മുസ്ലിം പിന്നെ ഒരു ദിമ്മി ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തണലിൽ ഇവർ രണ്ടുപേരും മഹ്കൂനുദ്ദം, രക്തം സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. മുസ്ലിം എത്രമേൽ സംരക്ഷിക്കപ്പെടണം അത്രമേൽ ദിമ്മിയും സംരക്ഷിക്കപ്പെടണം. കാരണം രണ്ടാളും ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പൗരന്മാരാണ്. അതുകൊണ്ടാണ് ഒരു മുസ്ലിം ദിമ്മിയെ മോഷ്ടിച്ചാൽ മുസ്ലിമിൻ്റെ കൈകൊത്തും. മുസ്ലിം ദിമ്മിയെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമിൻ്റെ കൈകൊത്തും. അവിടെ അവൻ്റെ രക്തം ചിന്തപ്പെടും കൈകൊത്തുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോഴുള്ള അളവിലല്ലെങ്കിലും. അപ്പോൾ ദിമ്മിയുടെ സ്വത്ത് അത് സംരക്ഷിക്കപ്പെടണം. മുസ്ലിമിൻ്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ. അതുകൊണ്ടാണ് മുസ്ലിമിൻ്റെ അടുത്ത് നിന്ന് മോഷണക്കുറ്റം വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം കൈകൊത്തപ്പെടുന്നത്, ഹദ് നടപ്പിലാക്കപ്പെടുന്നത്. സ്വത്തിൻ്റെ സംരക്ഷണം അത് സ്വത്ത് ഉടമപ്പെടുത്തിയവൻ്റെ സ്ഥാനം കാരണത്താലാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവനുള്ള വില കാരണത്താലാണ്, ഹുർമത്ത് കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അസ്സൗസനി അത അൽ ഖുറാസ അൽ മഖ്ദിസിയോട് ഈ ആയത്തിൻ്റെ ഭാഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചതിന് നല്ല മറുപടി കൊടുത്തു. പിന്നെ അത ഉൽ ഖുറാസാനി ഈ ആയത്തുമായി ബന്ധപ്പെട്ട്, പിന്നെ അഫുവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്തിലുള്ള ചില വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് പറഞ്ഞതിന് ഒക്കെ മറുപടി നൽകുന്നുണ്ട്. ഞാൻ ഈ ഒരു ഭാഗം അവർ തെളിവുദ്ധരിച്ചതിൻ്റെ ഈ ഭാഗം അറിയിക്കുന്ന ആ ഒരു മസാല മാത്രമാണ് ഇവിടെ നിന്ന് പിന്നെ പ്രത്യേകം ഉണർത്തിയത്, ഊന്നിയത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ആയത്തിൽ അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ, സ്വതന്ത്രൻ സ്വതന്ത്രന് തുല്യമാകും, അടിമ അടിമക്ക് തുല്യമാകും, ഉൻസ ഉൻസക്ക് തുല്യമാകും. അതുകൊണ്ട് ഉൻസക്ക് പകരം ഉൻസ സ്ത്രീയെ കൊല്ലപ്പെടാവൂ, അടിമക്ക് പകരം അടിമയെ കൊല്ലപ്പെടാവൂ, സ്വതന്ത്രന് പകരം സ്വതന്ത്രനെ കൊല്ലപ്പെടാവൂ എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാട് അത് ഈ മൂന്ന് വിഷയത്തിലും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കൊന്നാൽ, അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്ത്രീ കൊന്നാൽ കൊലയാളി പ്രതിക്രിയക്ക് ഖിസാസിന് വിധേയമാക്കപ്പെടുമെന്നുള്ളത് ഇസ്ലാമിക ലോകത്തിൻ്റെ ഇജ്മാ ആണ്. അന്ന് മുതൽ ഇന്നോളം ഐക്യമുള്ള വിഷയമാണ്. സ്ത്രീക്ക് പകരം പുരുഷൻ അല്ലെങ്കിൽ പുരുഷന് പകരം സ്ത്രീ കൊല്ലപ്പെടുക എന്നുള്ളത്. അതേപോലെ അടിമയുടെ വിഷയത്തിൽ സ്വതന്ത്രൻ അടിമയെ കൊന്നാൽ അടിമക്ക് പകരം സ്വതന്ത്രൻ കൊല്ലപ്പെടും ഖിസാസായി. പല പണ്ഡിതന്മാരുടെയും പക്ഷം അതാണ്. ദിമ്മിയുടെ ഈ വിഷയത്തിൽ മുസ്ലിം കൊല്ലപ്പെടുമോ എന്നതുള്ളതിൽ തുല്യത പറയുന്നവർ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വിശദീകരിക്കുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയത്തിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ സൂറത്തുൽ ബഖറയിലെ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ അന്ന നഫ്സ ബിൻ നഫ്സ് എന്ന് പറയുന്ന ആയത്ത്, അതേപോലെ സൂറത്തുൽ ഇസ്രായിലെ വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന എന്ന ആയത്ത്, ഈ മൂന്നായത്തുകളുടെയും വിശദീകരണം അത് ഹനഫി ഫുഖഹാക്കൾ, ഉലമാക്കൾ റഹ്മത്തുള്ളാഹി അലൈഹിം നിർവഹിച്ചത് അവരുടെ വാദത്തെ, അഭിപ്രായത്തെ നന്നായി ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രാമാണികർ പലരും പ്രത്യേകിച്ച് പിൽക്കാലത്ത് ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ ലാ യുഖ്തലു മുസ്ലിമും ബികാഫിരിൻ എന്നുള്ള ഹദീസ് അത് ഈ വിഷയത്തിൽ മറുപക്ഷത്തിൻ്റെ വലിയ തെളിവാണ്. ആ ഹദീസ് സഹീഹുമാണ്. പക്ഷേ ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ, പ്രത്യേകിച്ച് ഹനഫി ഫുഖഹാക്കൾ പറഞ്ഞ വ്യാഖ്യാനവും നിലപാടും അതും നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഞാനിവിടെ ഈ ഒരു മസല അതിനൊന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇസ്ലാമിക രാഷ്ട്രം നിലവിലുണ്ടാവുകയും ശിക്ഷാകോടതി വിധി പറയുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് എങ്കിൽ അവിടെ ഭരണകൂടം, ന്യായപീഠം, ശിക്ഷാകോടതി കൈകാര്യം ചെയ്യേണ്ട മസല കേട്ട്
പ്രശ്നം കേട്ട് വിധി പറയേണ്ട ഒരു വിഷയമാണിത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ആയത്തിൽ സുപ്രധാനമായ ചില മസ്അലകൾ കൂടിയുണ്ട്. ഒപ്പം അടുത്ത വചനം 179 വചനം, അതും ഖിസാസുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വചനമാണ്. അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.